ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസി സാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ഹെയർ കെയർ അല്ല, ഹെയർ വാഷ് റുട്ടീൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സാധാരണ ഹെയർ വാഷ് ചെയ്യുന്നത് എനിക്കൊരു ദിവസം അവധി കിട്ടുമ്പോഴോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്ക് എന്നും ഹെയർ വാഷ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇവിടുത്തെ എനിക്കറിയത്തില്ല, എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നി. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ വിയർക്കുന്നില്ല, തലയിൽ അങ്ങനെ അധികം അഴുക്കൊന്നും വരുന്നില്ല. അതേസമയം ഞാൻ നാട്ടിൽ വെക്കേഷന് പോയപ്പം ഒരു ദിവസം 3 പ്രാവശ്യം വരെ തല കുളിച്ച ദിവസങ്ങളുണ്ട്. അത്രയും ചൂട് കൂടിയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാതെ. അപ്പം ഇവിടെ ചൂടല്ലല്ലോ, തണുപ്പല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ വലിയ തല നനച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട് എനിക്കൊന്ന് ഒരു 8 ദിവസമായി. ശരിക്കും 7ാമത്തെ ദിവസമായപ്പം വാഷ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ വാഷ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സ്റ്റിൽ എനിക്കങ്ങനെ ഒരു വല്ലാത്ത വൃത്തികേടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഇനിയും ഒരു 5-6 ദിവസം കൂടെ വേണമെങ്കിൽ പോകുമെന്ന് തോന്നുന്നു. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും തലയൊക്കെ വിയർക്കുമല്ലോ. പക്ഷെ വിയർത്താലും തല കഴുകണമെന്നുള്ളൊരു ടെൻഡൻസി വരാറില്ല. എൻ്റെ ഒരു വിശ്വാസം കുഴപ്പമില്ല, ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നാണ് വിശ്വാസം. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു രീതിയിൽ ഞാൻ ആദ്യം ഹെയർ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്യും വിത്ത് ഷാമ്പു. പിന്നെ ഹെയർ മാസ്ക് ഇടും, പിന്നെ ഹെയർ സിറം ഇടും, പിന്നെ അത് ഉണക്കും. പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ അത് സ്റ്റൈൽ ചെയ്യും, ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യും. ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ ഒരു 1.5-2 മണിക്കൂർ എന്തായാലും വേണം. അപ്പം നിങ്ങൾ വിചാരിക്കരുത് പനങ്കുല പോലെ താഴെ വരെ കിടക്കുന്ന മുടിയൊന്നും എനിക്കില്ല. എന്നാൽ തീരെ ഷോർട്ട് ഹെയറും അല്ല. അപ്പം മീഡിയം ലെങ്ത് ഉള്ള ഹെയർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹെയർ ഒക്കെ നമ്മൾ ഉണക്കി എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടൈം എടുക്കുമല്ലോ. ഏകദേശം ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഒരു ലെങ്ത്. കാണുന്നുണ്ടോ? ഈ ബ്ലാക്ക് ഡ്രസ്സും കൂടെ ആയതുകൊണ്ട് തീരെ കാണാത്ത പോലെ എനിക്ക് തോന്നുന്നു. സപ്പോസ് എനിക്ക് ഇപ്പം ഇന്ന് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ, പക്ഷേ ഞാൻ അന്ന് അങ്ങനെ പോകണമെന്ന് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഞാൻ ഇന്ന് തല നനയ്ക്കത്തില്ല, എന്തൊക്കെ വന്നാലും. കാരണം ഞാൻ ഇപ്പം അഥവാ തല നനച്ചു പോയി എങ്കിൽ ഞാൻ ചിലപ്പോൾ അത് പോകണ്ടെന്ന് വരെ വെക്കും. കാരണം അത്രയ്ക്കും ചില ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള വട്ടില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പം രാവിലെ എണ്ണ തേച്ച് തല മുടി നനയ്ക്കാതെ പോയ ഒരു ദിവസം എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്നും തല നനച്ച് മുടിയൊന്നും മറ്റേ വെള്ളം താഴോട്ട് വീഴുന്ന പോലെയൊക്കെ ആയിരുന്നല്ലോ നമ്മൾ പോകുന്ന സ്കൂളിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. ഇന്ന് വരെ ഞാൻ ഇവിടെ വന്നിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം മുടി കഴുകിയിട്ടേ ഇല്ല. മോസ്റ്റ്ലി ഞാൻ 7 ദിവസം കൂടുമ്പോഴാണ് കഴുകാറ്. പിന്നെ ചില സാഹചര്യങ്ങൾ ചിലപ്പം ഓഫ് കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഡേയ്സ് അങ്ങോട്ട് കൂടും. അപ്പം ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളൊരു 4 ദിവസമൊക്കെ മുടി നനയ്ക്കാതിരിക്കുമ്പോൾ മുടിയെ ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുടി ഇങ്ങനെ ഒരു കാണാൻ കൊള്ളാത്ത പോലെ ആവും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുടിയിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണോ ഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്കിപ്പം 10 ദിവസം നനയ്ക്കാതിരുന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. അങ്ങനെ എൻ്റെ ഒരു ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് കം വേവി ഹെയർ എന്ന് പറയാം. അങ്ങനെ ഒരുപാട് വേവി അല്ല, എന്നാലും ചെറുതായിട്ട് ചെറിയ വേവ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഹെയർ ആണ്, കേളി ഹെയർ അല്ല. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വിചാരിക്കും, അയ്യേ 7 ദിവസമൊക്കെ എങ്ങനെ തല നനയ്ക്കാതെ ഇരിക്കുമെന്ന്. അപ്പം പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. നാട്ടിലൊരു ക്ലൈമറ്റ് വെച്ച് നമുക്ക് 7 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, അവിടെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും എല്ലാം കൊണ്ട്. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരു എല്ലാ ദിവസവും വാഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് വെച്ചാൽ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ വെച്ച് മറ്റേ ഓരോന്നൊക്കെ ഇട്ട് കാച്ചിയ എണ്ണയാണ് തേക്കുന്നത്. അതായത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇടുമല്ലോ മുടി വളരാൻ വേണ്ടി. പക്ഷെ ഇവിടെ നമുക്ക് കാച്ചി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പാരച്യൂട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് റോസ്മേരിയുടെ ഹെയർ ഓയിലിൻ്റെ ഒരു 1 or 2 ഡ്രോപ്പ് ആഡ് ചെയ്യും. അപ്പം ഇനിയും ഞാൻ ഈ ഓയിൽ ചൂടാക്കാൻ പോവാം. അപ്പം ഈ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്, ഒരുപാട് ചൂടാക്കണ്ട, ചെറുതായിട്ട് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ചേരത്തില്ലെന്നാണ് എൻ്റെ ഒരു മനസ്സിലൊരിത്. ഒരുപാട് ഷോർട്ടാക്കി കഴിഞ്ഞാൽ ഞാനും കൂടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര ബോറാകുമെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ നല്ലതായിരിക്കും, അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെ എൻ്റെ ഹെയർ ഞാൻ ഷോർട്ടാക്കിയിട്ടില്ല. എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2ാം ക്ലാസ്സൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 2ാം ക്ലാസ് തൊട്ടേ എനിക്ക് ലോങ് ഹെയർ ആണ്. അപ്പോൾ 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും മുടി വളർത്തത്തില്ല. അപ്പോൾ എനിക്ക് മാത്രം ഇങ്ങനെ മുടിയുണ്ട്, ബാക്കി എല്ലാവരും ഇങ്ങനെ കൊമ്പൊക്കെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു മുടി ഇങ്ങനെ വളർത്താനൊന്നും. പിന്നെ വേറെ സ്കൂളിൽ ചെല്ലുമ്പോഴും അവിടെയും മുടിയുള്ളവരിൽ, അതായത് മുടി വളർത്തുന്നവരിൽ ഒരാളായിരുന്നു ഞാൻ. ബാക്കി എല്ലാവരും ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇന്ന് വരെ എൻ്റെ മുടി ഷോർട്ട് ആക്കിയിട്ടില്ല. ഇത്രയും വരെയൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വരെ അങ്ങനെ ഷോർട്ട് ഇതുവരെ ആക്കിയിട്ടില്ല ഞാൻ.
അപ്പം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഷോർട്ട് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ ഇരിക്കുമെന്ന് കാണണമല്ലോ. എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ മുടിയാണ്. അതിപ്പം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും അതിപ്പം ഡ്രസ്സ് കൊള്ളത്തില്ലെങ്കിലും നമ്മൾ ഒരുങ്ങിയത് കൊള്ളത്തില്ലെങ്കിലും ഒന്നും കൊള്ളത്തില്ലെങ്കിലും എൻ്റെ മുടി വെച്ചത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം മുടിക്കൊരു മീഡിയം ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്കിങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച് നാളെ തൊട്ട് ഇന്ന് വരെ ഞാൻ എപ്പോഴും ഒരു മീഡിയം ലെങ്ത് മുടി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ട് കറക്റ്റ് 1 വർഷമായി. നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നാട്ടിൽ നിന്നായിരുന്നു ലാസ്റ്റായിട്ട് ഹെയർ കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാനിങ്ങനെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ ക്രൗൺ ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനൊരു ഫുൾ ഹെയർ ട്രീറ്റ്മെൻറ്റോ ബോട്ടോക്സ് സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ചെയ്യുമ്പോൾ ഒരു ഭംഗി കാണുമെന്നറിയാം, പക്ഷെ 2 മാസം കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഓർത്തിട്ട് എനിക്കത് ചെയ്യാനുള്ള ഒരു കറേജ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്ക് ഒരു പേടി പോലെയാണ്. ഇപ്പം എൻ്റെ തലയും മുടിയൊക്കെ പറയുന്നുണ്ടായിരിക്കും താങ്ക് യു സോ മച്ച് എന്നൊക്കെ. കാരണം ഇത്ര ദിവസമായി തലയ്ക്ക് ഇച്ചിരി എണ്ണയോ വെള്ളമോ ഒക്കെ കിട്ടിയിട്ട്. എനിക്കും അത്യാവശ്യം ഹെയർ ഫോളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വൺസ് നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഹെയർ ഫോളും അങ്ങനെ മുഖത്ത് പിമ്പിൾസും ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എന്തൊക്കെ മുടിയെ തേച്ചിട്ടും നമ്മൾ ഉള്ളിലോട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാലായിരിക്കും നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ നന്നായിട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ഈ ഹെയർ വാഷ് ചെയ്യുന്നത് ശരിക്കും വാം വാട്ടറിൽ വേണോ കോൾഡ് വാട്ടറിൽ വേണോ? കാരണം നമ്മൾ ഈ ഹെയർ സലൂണിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലല്ലേ. പക്ഷെ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഹെയർ പോവും. എനിക്കറിയത്തില്ല കേട്ടോ, അതൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതെനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ മുടി ഭയങ്കര ഫ്രിസ്സാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഏത് ഷാമ്പു ഉപയോഗിച്ചാലും മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കുക, അതായത് ഒരു ഹൈഡ്രേഷൻ ഇല്ലാത്ത പോലെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ കുറേ ഷാമ്പു മാറി മാറി യൂസ് ചെയ്തിട്ട് എനിക്ക് ഒന്നും വർക്കാഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ഇത് കിട്ടിയത്. ഇതൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണറൊക്കെയാണ്. പക്ഷെ എൻ്റെ മുടിക്ക് ഇതൊന്നും വർക്കായില്ലായിരുന്നു. അപ്പം അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഈ ഒരു ബ്രാൻഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ വർക്കാവുമെന്ന് പറഞ്ഞു. ഇത് ബെയർ അനാട്ടമി എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇത് കാനഡയിൽ ആമസോണിൽ കിട്ടും, പക്ഷെ ഞാൻ വാങ്ങിക്കുന്നത് നാട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇത് ഷാമ്പു ആണ്. പിന്നെ ഇത് അതിൻ്റെ ഇതിൻ്റെ പേര്, അപ്പം ഇത് അതിൻ്റെ ഹെയർ മാസ്ക് ആണ്. ഇതും ഹെയർ മാസ്ക് ആണ്. രണ്ടും രണ്ടാണ്. രണ്ടിൻ്റെയും ഫംഗ്ഷൻ രണ്ടാണ്. ഇതാണെങ്കിൽ അൾട്രാ സ്മൂത്തിങ് എന്നുള്ളൊരു മാസ്ക് ആണ്. ഇത് ബെയർ അനാട്ടമിയുടെ തന്നെ ആൻറ്റി ഫ്രിസ് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതായത് ഒരുപാട് ചുരുണ്ട മുടിയുള്ളവർക്ക് ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. അപ്പം എന്നെ പോലെ കുറച്ച് സ്ട്രെയിറ്റും കുറച്ച് വേവിയൊക്കെ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഇത് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ബോട്ടിലായിരുന്നു ഇത് ഞാൻ ഫുള്ള് യൂസ് ചെയ്ത് തീർത്തു കണ്ടോ. അപ്പം അങ്ങനെ പിന്നെ റീപർച്ചേസ് ചെയ്തതാണിത്. അപ്പം നമ്മളങ്ങനെ ഒരുപാട് സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട് റീപർച്ചേസ് ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്ത ഒരു ഐറ്റമാണിത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ആദ്യം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ലാസ്റ്റത്തെ കുപ്പിയിൽ അറ്റത്ത് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് കളയാനൊന്നും ഞാൻ ഒട്ടും റെഡിയല്ല. അപ്പം ഞാൻ അതെല്ലാം വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. വെരി പ്രഷ്യസ്. അപ്പം ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഈശ്വര എന്തൊരു കോലമാക്കി. അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അടുത്തായിട്ട് നമുക്ക് ഹെയർ മാസ്ക് ഇടാം. അപ്പം ഞാൻ ഈ ബെയർ അനാട്ടമിയുടെ ആദ്യം ഇടാൻ പോകുന്നത് ഇത് കണ്ടോ, ഇതും തീർന്നു. അപ്പം ഇതും എനിക്ക് വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഹെയർ മാസ്ക് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരു സ്മൂത്തിങ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. കാരണം എനിക്ക് 2 സാധനങ്ങളും വേണം. എനിക്ക് മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും വേണം, പിന്നെ അത്യാവശ്യം ഫ്രിസ് ഇല്ലാതെ കിടക്കുകയും വേണം. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാനിങ്ങനെ ഓരോ സെക്ഷൻ എടുത്തിട്ട് അങ്ങനെയൊന്നും അത്രയും എഫേർട്ടൊന്നും എടുക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ തേക്കും. നമ്മൾ ഈ മാസ്ക് ഒക്കെ ഇടുമ്പം നമ്മുടെ ഈ ഒരു പറയണ്ട ഓട്ടിയോ തലയോട്ടി അവിടെ തേക്കാൻ പാടില്ലെന്ന് പറയാം. നമ്മളല്ലാതെ ഹെയർ ലെങ്തിലാണ് നമ്മൾ ഈ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു സാധനം കുട്ടുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വഴക്കാം ഇവിടെ. ഞാൻ പറയാം എൻ്റെ എടുക്കരുത്, വേണമെങ്കിൽ വേറെ മേടിച്ചോ എന്നൊക്കെ പറയാം. കാരണം അത്രയും പ്രഷ്യസ് ആയിട്ട് പിശിക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇതിവിടെ കുറച്ച് ഈസി ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ ആമസോണിലെ വില കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഒരിക്കലും മേടിക്കത്തില്ല. പക്ഷെ നാട്ടിൽ നിന്ന് അത്യാവശ്യം ചീപ്പാണ് കേട്ടോ. ദൈവമേ, ഈ ഒരു കോലത്തിൽ നിന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഒന്നും ഇടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം എനിക്കിത് ഭയങ്കര ഒരു ചമ്മലാണ്. നമ്മളെ ഈ ഒരു ഇല്ല കോഴിയെ പോലെ ഇല്ല വെള്ളത്തിൽ വീണ കോഴിയെ പോലെയൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ചെയ്യുന്നു. അപ്പോൾ ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം.
ഇത് വാഷ് ചെയ്ത് കളയേണ്ട ഹെയർ മാസ്ക് കേട്ടോ, ലിവിങ് ഹെയർ മാസ്ക് ഒന്നുമല്ല. അങ്ങനെ എൻ്റെ ഈ ബോട്ടിൽ തീർന്നിരിക്കുകയാണ്. നമുക്കത് കളയാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം വാഷ് ചെയ്ത് കളയാം. ഞാനിങ്ങനെ മുടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ മുടി കുറച്ച് നേരം കെട്ടി വെക്കാം. വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കെട്ടി വെക്കാം. അപ്പോൾ ഞാൻ ഈ മൈക്രോ ഫൈബർ ടവലാണ് യൂസ് ചെയ്യുന്ന മുടി ഇങ്ങനെ കെട്ടി വെക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇത് തന്നെത്താൻ ഇരുന്ന് ഡ്രൈ ആയിക്കോളും. ബാക്കി നമുക്ക് ഹെയർ ഡ്രൈ ചെയ്ത് ഉണക്കാം. ഇപ്പം തന്നെ ഭയങ്കര ഒരു ആശ്വാസവും. ഇതെന്നും മുടി നനയ്ക്കുന്നവർക്ക് ആ ഒരു ഫീല് പറഞ്ഞാൽ കിട്ടത്തില്ല. എന്നെ പോലെ വല്ലപ്പോഴും ഒക്കെ മുടി നനയ്ക്കുന്നവർക്ക് അത് നമുക്ക് എന്താ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഏതാണ്ടൊക്കെ മുടി നനച്ച് കഴിഞ്ഞപ്പോൾ, എണ്ണയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് കുട്ടുവാണ്. ഞാനങ്ങനെ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഞാനെപ്പോഴും മുടി തന്നെ ഉണങ്ങാൻ വേണ്ടി അങ്ങനെ കഴിച്ചിടും, അങ്ങനെ ഉണങ്ങും. പക്ഷെ ഇന്ന് എനിക്ക് സമയമില്ല. എൻ്റെ മുടിയുടെ ഈ ബാക്ക് ഭാഗം ഉണങ്ങാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കും. അപ്പം തന്നെ ഉണങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ നമുക്കിന്ന് സമയം കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഹെയർ ഡ്രയർ വെച്ച് ഉണക്കാമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു മണമാണ് ഈ ഒരു പ്രോഡക്റ്റിന്, നമ്മുടെ ബെയർ അനാട്ടമിയുടെ ഈ ഒരു ഷാമ്പൂനൊക്കെ. സോ ഞാൻ ടവലൊക്കെ മാറ്റി, ഉണങ്ങിയിട്ടില്ല അത്രയ്ക്ക്, കാരണം അധികം സമയം ഞാൻ വെച്ചില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ബെയർ അനാട്ടമിയുടെ തന്നെ, അതായത് ഹെയർ സെറം ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യും. അതായത് ഈ ഉണങ്ങിയിട്ടല്ല, ഞാൻ നനഞ്ഞിരിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യും. ഇത് ഒരുപാട് അങ്ങനെ ഇതാക്കി തേക്കുന്നില്ല. ഇതൊരു കോംബോ പോലെ വരുന്ന ഈ ഷാമ്പൂ, ഈ മാസ്കും ഈ ഹെയർ സെറും. അപ്പോൾ ഇതിലും കൂടുതൽ ഹെയർ വാഷ് ചെയ്യുമ്പം കുറേ സ്റ്റെപ്പ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇത് തന്നെ ചെയ്യാൻ മടിയാണ്. ഇത് ഓർത്തിട്ടാണ് ശരിക്കും മടി മുടി കഴുകാൻ വേണ്ടി. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇത്രയും ടൈം വേണം, പിന്നെ ആ ക്ഷമയോടെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് ഒരു മടി. ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഹെയർ ഡ്രൈ ചെയ്യാം. ഞാൻ ഇതിൽ തന്നെ ഹോട്ട് എയറും ഉണ്ട്, കോൾഡ് എയറും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ചൂട് കൊടുക്കുന്നില്ല, കോൾഡ് എയർ വെച്ചിട്ടാണ് ഞാനിത് ഉണക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ഡിഫ്യൂസറാണ് ഇത്. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുമില്ല, എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തുമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും വേവിയും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന എൻ്റെ ഹെയർ നനച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ. കണ്ടോ? ഇതെനിക്ക് കാനഡയിൽ വന്നപ്പം തൊട്ടാണ് എനിക്ക് ഇങ്ങനെ ആയി തുടങ്ങിയത്. അതിന് മുന്നേ വരെ എൻ്റെ മുടി ഇങ്ങനെ അല്ലായിരുന്നു. ഇതിപ്പം നനച്ച് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ കണ്ടോ, ചുരുണ്ടിട്ട് ഈ ഒരു പീസ് കണ്ടോ? അതായത് ഒരു കേളി ഹെയർ ഉള്ള ഒരാളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ പോലെയാണ് എൻ്റെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഫുൾ എൻ്റെ മുടി ഇങ്ങനെ ആയിരിക്കും. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ, അതായത് ഞാനിപ്പോൾ സ്ട്രൈറ്റനിങ് ഒന്നും ചെയ്തില്ലെങ്കിലുള്ള എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇതാ കണ്ടോ. പക്ഷെ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ അമ്മയുടെ മുടി ഇങ്ങനെ, എൻ്റെ അമ്മയുടെ മുടിയൊക്കെ ഇതിനേക്കാളും മെയിൻ മറ്റേ കോയിൽ പോലത്തെ ചുരുണ്ട മുടിയാണ്. അപ്പം ഇനിയും പ്രായം കൂടുന്തോറും ആ മുടിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ എവിടെയും കുളിച്ചിട്ട് പോവാത്തത്. കണ്ടോ? ഞാനിതൊന്നും ഒരിക്കലും ഷൂട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ആരുടെ മുന്നിൽ പോകാറ് പോലും ഇല്ല. കാരണം എനിക്കതിനൊരു ചമ്മലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോൾ. അപ്പം നാളത്തേക്ക് പക്ഷേ നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നാളത്തേക്ക് ഇത് സെറ്റായിട്ട് എൻ്റെ നോർമൽ മുടി പോലെ ആവും. പക്ഷെ നനച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാം. കാരണം എനിക്കിത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനൊരു ബുദ്ധിമുട്ട് പുറത്തോട്ട് പോകുമ്പോൾ. അപ്പം ഞാനിങ്ങനെ ഹീറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഗാർണിയറിൻ്റെ ഫ്ലാറ്റ് അയൺ, അതായത് ഹീറ്റ് പ്രൊട്ടക്ഷൻ മിസ്റ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ്നറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കോണയർ എന്ന് ഇതിൽ എഴുതിയേക്കുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്ട്രെയിനർ വെച്ച് നമുക്കിത് ഫ്രണ്ട് പോർഷൻ മാത്രം സ്ട്രെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓർക്കുവാണ്, പണ്ടൊക്കെ എന്താണ് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കുളിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് പോലെ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് കോലവും മാറും എന്ന് പറയുന്ന പോലെ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളല്ലേ നോക്കുന്നത്. മുടി നനച്ച്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ചിലരുടെ മുടി ഒന്നും ചെയ്യേണ്ട ആവശ്യം കാണത്തില്ല. എന്ത് ചെയ്താലും നന്നായിട്ട് കിടക്കും, സ്റ്റൈൽ ചെയ്ത പോലെയൊക്കെ കിടക്കുന്നവരുടെ, അങ്ങനെയുള്ളവർക്ക് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. പക്ഷെ നമുക്കിത് ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു നമുക്ക് മാനേജ് ചെയ്യാനും എപ്പോഴും എളുപ്പം കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും. കേളി ഹെയർ ഒക്കെ കാണാൻ ഭംഗിയാണെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട് അത്രയും പാടത്. അതിനുവേണ്ടി നമ്മൾ ഇതിനേക്കാളൊക്കെ 3 ഇരട്ടി പാട് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഞാനിപ്പം 3 പ്രോഡക്റ്റ് ആയിട്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഇരട്ടി പ്രോഡക്റ്റ്സ് ഇടണം, അങ്ങനെ കേൾസ് ഒക്കെ അങ്ങനെ സെറ്റായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എപ്പോഴും ഫ്രണ്ടിലത്തെ ഈ ഒരു ഇയർ ടു ഇയർ ആണ് എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യാറുള്ളത്. ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഇട്ടേക്കും. നോക്കിക്കേ, വാട്ട് എ ചേഞ്ച്. കണ്ടോ?
ആ ഒരു കേളി അല്ലെങ്കിൽ അങ്ങനെ കിടന്ന ആ മുടി മാറിയപ്പം തന്നെ ഒരു വൃത്തി വന്നു എനിക്ക്. കാരണം എൻ്റെ ഫേസിനോ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനോ ഒട്ടും ആ മുടി ചേരത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം കേളി ഹെയറിൻ്റെ ആ സാധനം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് സെറ്റായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിട്ടു. അപ്പോൾ എനിക്കൊട്ടും അത് മാച്ച് ആവത്തില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ ആയിരിക്കും എപ്പോഴും ചേരുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ഡിഫറൻസ് വന്നു. ആ ഒരു മുടിയൊക്കെ ഒന്ന് സെറ്റായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ മുടിയൊക്കെ ഹീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് അത്ര മുടിക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല. ഞാനിപ്പോൾ ഇന്ന് ചെയ്തില്ലേ, ഇനി എന്നാണോ അടുത്ത ഹെയർ വാഷ് അന്ന് എനിക്ക് ചെയ്താൽ മതി. അതുവരെ ഇതിങ്ങനെ കിടന്നോളും. പ്രത്യേകിച്ച് ഇനി ഞാൻ ഒന്നും ചെയ്യാൻ പോകണ്ട. അപ്പം വൺസിൻ്റെ വഴി നമുക്കങ്ങനെ ചെയ്യാം. ഇപ്പം വീക്ക്ലി 1 ഡേ ഒക്കെ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മുടിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകുമായിരിക്കും. ഞാനാണെങ്കിൽ 5 ലിറ്ററിട്ടാണ് ഞാൻ ഈ ഹീറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ 30 വരെ ഉണ്ട്, അതിൽ 5 ലിറ്ററിനാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര പേടി ഇതൊക്കെ ചെയ്യാനും. പേടിയെന്നല്ല, എന്തോ ഒരു റിഗ്രറ്റ് പോലെ തോന്നും ചിലപ്പോൾ, നമ്മളായിട്ട് നമ്മുടെ മുടിയൊക്കെ നശിപ്പിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. എൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റൈലിംഗ് ബ്രഷും കൂടെ ഉണ്ട്, അതായത് റെവലോണിൻ്റെ തന്നെ ഒരു ഹോട്ട് എയർ ബ്രഷാണ്. പക്ഷെ എനിക്കിത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് എന്തോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ 2-3 പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ ഇത് സെറ്റാവുന്നതാണ് കാണുന്നത്. പക്ഷെ എനിക്കത് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് സെറ്റാവുന്നില്ല. വേറൊരു സ്റ്റൈലിംഗ് ടൂളും കൂടെ ഉണ്ട്. ഇതും കോണയറിൻ്റെ തന്നെ കേൾ ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതും എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ മുടി ഇങ്ങനെ കയറ്റിയിട്ട് വലിക്കുമ്പോഴത്തേക്ക് മുടിയെല്ലാം കൂടെ കുരുങ്ങി പോകുന്നു. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ആകെ യൂസ് ചെയ്യാൻ അറിയുന്ന ആ സ്ട്രെയിറ്റ്നർ മാത്രമേ ഉള്ളൂ. അന്ന് ആ സ്ട്രെയിറ്റ്നർ വെച്ചൊന്ന് കേൾ ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ചെയ്തിടാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഒട്ടും കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. സാധാരണ ഗേൾസ് ഒക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടുണ്ട്. പക്ഷെ എനിക്ക് നോക്കിയിട്ട് വർക്ക് ആവുന്നില്ല, എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഇത് പഠിക്കണം, പഠിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഒരു ഫ്രഷ് ലുക്കായില്ലേ, കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായില്ലേ. അപ്പൊ എന്തായാലും ഇത് കുറച്ചുകൂടെ ഇപ്പം താഴോട്ടൊക്കെ ഇനി ഉണങ്ങാനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മുടി കഴുകാൻ വേണ്ടി എടുക്കുന്ന എന്റെ സമയവും എന്റെ കാര്യങ്ങളും ഒക്കെ. അപ്പൊ എനിക്ക് എന്താ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഒരു ഫീല്. നമ്മൾ ചുമ്മാ രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര എനർജി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം ഇത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ, എന്നെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ എങ്ങനെയും ഇട്ട് എങ്ങനെയും പോയാൽ മതി എന്നറിയെങ്കിൽ ഞാൻ ചുമ്മാ വെള്ളത്തിൽ മുക്കിയിട്ട് പോയാൽ പോരെ. പക്ഷെ നമുക്ക് നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം, മറ്റൊരാളുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കണം. ആ ഒരു ഇതുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മുടി ഇങ്ങനെ ബന്ധം പോലെ പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കാണത്തില്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ ഒരു തോന്നല്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാം മുന്നോട്ട് ജീവിക്കുന്നതെല്ലാം. ഇത് ചെയ്തില്ലെങ്കിൽ ഇനി മുടി ഉണ്ടാവത്തില്ലേ, മുടി നന്നായിട്ട് ഇരിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.